ബ്ലാക്കിൽ സ്റ്റോൺ വർക്കുള്ള ഷിഫോൺ സാരി ഒറ്റ പ്ലേറ്റിൽ ഉടുത്തിരിക്കാനും തെച്ചു. കാതിൽ വൈറ്റ് സ്റ്റോണിന്റെ കമ്മലും കഴുത്തിൽ വൈറ്റ് സ്റ്റോണിന്റെ സിമ്പിൾ ചെയിനും. മുടി ഫ്രണ്ടിൽ നിന്ന് കുറച്ചെടുത്ത് പഫ് ചെയ്ത് ബാക്കി അഴിച്ചിട്ടിരിക്കുകയായിരുന്നു. മുഖത്ത് സിമ്പിൾ മേക്കപ്പ് മാത്രം. ആ വേഷത്തിൽ അവൾ അതിസുന്ദരിയായിരുന്നു. സൂപ്പറായിട്ടുണ്ട്. മാള് അവളെ നോക്കി സൂപ്പർ എന്ന് കാണിച്ചു. നീയും സൂപ്പറായിട്ടുണ്ട്. ദച്ചുവും അതിന് മറുപടിയായി പറഞ്ഞു. അതുപോട്ടെ, ദേവുട്ടിയുടെ? മാളു ചുറ്റിനും നോക്കിക്കൊണ്ട് ചോദിച്ചതും ദച്ചു പറഞ്ഞു, ഹലോ ഗൈസ്. പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് ആരോ ചാടി വീണു. മാളു, ഹോ, പേടിച്ചു പോലോടാ. ആരു, ആഹാ, ദച്ചുവിനെ കാണാൻ സുന്ദരിയായിട്ടുണ്ടല്ലോ. മാളു, അതെന്താ, അവള് മാത്രമേ സുന്ദരിയായിട്ടുള്ളൂ, ഞാൻ സുന്ദരിയല്ലേ? ആരു, ചുള്ളിക്കമ്പിന് തുണിയിട്ടിയാ സുന്ദരിയാവോ? മാളു, ഡാ, ആരാടാ ചുള്ളിക്കമ്പ്? നിന്റെ ഉണ്ടല്ലോ. യോ, വിടറി മറുതെ. മാളു അവന്റെ കൈ പിടിച്ചിരിച്ചതും അവൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു. ആരു, ഓ, ഈ രാക്ഷസിയെ കിട്ടുന്നവൻ എങ്ങനെ സഹിക്കുമെന്തോ. മാളു, അത് അങ്ങേര് സഹിച്ചോളൂ, നീ ബുദ്ധിമുട്ടണ്ട. അവൾ പുച്ഛത്തോടെ പറഞ്ഞു. അവനും പുച്ഛത്തോടെ മുഖം തിരിച്ചു. എന്നാൽ ഇതൊക്കെ ഒരു പുഞ്ചിരിയോടെ നോക്കി നിൽക്കായിരുന്നു ദച്ചു. അവളുടെ മനസ്സിൽ അവൾ ആമിയും കൂടെ അടികൂടുന്നു, പിണങ്ങുന്നു, പിന്നീട് ഇണങ്ങുന്നൊക്കെ തെളിഞ്ഞു വന്നു. അവളൊരു പുഞ്ചിരിയോടെ അതൊക്കെ ഓർത്തു നിന്നു. ഇതേസമയം വാഷ്റൂമിൽ തിരികെ വരികയാണ് ദേവു. ദൈവമേ, ഇതിപ്പോ ഏത് വഴി പോകും? എല്ലാം ഒരുപോലെ ഉണ്ടല്ലോ. വന്ന വഴി മറന്നു. ഹോ, 5-5.5 കൊല്ലം പഠിച്ചിട്ട് വഴികളൊക്കെ അറിയില്ലെന്ന് പറഞ്ഞ നാണക്കേട്. ഇതിലേ പോവാം. ദേവു ആത്മയടിച്ചുകൊണ്ട് സൈഡിലായി കണ്ട സ്റ്റെപ്സിലൂടെ ഇറങ്ങി. പാട്ടും പാടി തുള്ളിച്ചാടി നടന്നുകൊണ്ട് സ്റ്റെപ്പിൽ കാൽ സ്ലിപ്പായി ദേവു മുന്നോട്ട് ആഞ്ഞു. അമ്മേ! ഒരു നിലവിളിയോടെ അവൾ കണ്ണുകൾ ഇറുകി അടച്ചു. അല്പസമയത്തിന് ശേഷം താൻ താഴെ വീണില്ലെന്ന് മനസ്സിലായതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു. തന്റെ മുമ്പിൽ വിടർന്ന മിഴികളോടെ നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടതും അവൾ അതിശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. വാട്ട് ദ ഹെൽ! ഒരലർച്ച കേട്ടാണ് ദേവ് സ്വഭാവത്തിലേക്ക് വന്നത്. അവൾ ചുറ്റിനും നോക്കി. അപ്പോഴാണ് ആ നഗ്ന സത്യം കുട്ടി അറിയുന്നത്. താനിപ്പോൾ ഏതോരുത്തന്റെ മേലെയാണ് ചുറ്റിപ്പിടിച്ച് കിടക്കുന്നത്. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് മാറാൻ നോക്കിയപ്പോഴാണ് അവൻ അവൾ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടത്. ഡോ, കൈയെടുക്കോ! അവൾ അലറിക്കൊണ്ട് പറഞ്ഞു. അവൻ പെട്ടെന്ന് കൈയെടുത്തു. അപ്പോഴേക്ക് അവൾ ചാടി എഴുന്നേറ്റ് അവനെ മൊത്തത്തിലൊന്ന് നോക്കി. ഇതുവരെ ഇങ്ങനൊരു തിരുമുഖം ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അവൾ ആലോചനയോടെ അവനെ നോക്കി നിന്നു. സ്കാൻ ചെയ്ത് കഴിഞ്ഞോ? എന്താ? അവൻ ചോദിച്ചതും അവൾ മനസ്സിലാവാതെ അവനെ നോക്കി കഴിഞ്ഞോന്ന്. അപ്പോഴാണ് താൻ ഇത്രയും നേരം അവനെ നോക്കിയാണ് നിന്നെന്ന് കുട്ടിക്ക് ബോധം വന്ന്. അവൾ ജാളിതയോടെ അവനെ നോക്കിയത് ചിരിച്ചു. എവിടെ നോക്കിയാണ് ഈ നടക്കുന്നത്? പെട്ടെന്ന് അവൻ്റെ സൗണ്ട് കേട്ടതും അവൾ ഞെട്ടലോടെ നോക്കി. അത് ഞാൻ കണ്ടില്ലായിരുന്നു, സോറി. അവൾ പതിയെ പറഞ്ഞു. മുഖത്ത് 2 ഉണ്ടക്കണ്ണുണ്ടല്ലോ. ആമ്പിള്ളയുടെ വായി നോക്കി നടന്നാൽ പോരാ, ചുറ്റുള്ളൊക്കെ നോക്കി നടക്കണം. അപമാനം, കൊടിയ അപമാനം. എവിടുന്നോ വന്ന ഈ വരത്തിന് എന്നെ അപമാനിച്ചിരിക്കുന്നു. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെ ചെറിഞ്ഞു നോക്കി. എന്താടി നോക്കുന്നത്, ഉണ്ടക്കണ്ണി? അതും കൂടി കേട്ടതോടെ നമ്മുടെ ദേവുവിന്റെ ടെമ്പർ തെറ്റി. ഡോ, താൻ കുറെ നേരമായാലും വളവളാന്ന് പറയുന്നു. ആരാടോ ഉണ്ടക്കണ്ണി? തന്നെ മടിയിലിരിക്കാനുണ്ടാ എനിക്ക് പേരിട്ട്? പിന്നെ താനെന്താ പറഞ്ഞ്? തന്നെ നോക്കി നിന്നോ? അയ്യടാ, നോക്കാൻ പറ്റിയൊരു കോലം. കരിമുട്ടിക്ക് ജീൻസ് ഷർട്ട് ഇട്ടാൽ സുന്ദരനാവില്ല. കണ്ണീർ തട്ടാതിരിക്കാൻ പാടത്ത് വെക്കാൻ കൊള്ളാം. ദേവു കത്തിക്കയറി. ചി, നിർത്തടി. എവിടെ കടി നീ തുള്ളുന്ന്? നിന്റെ ഈ ഓഞ്ഞ മോന്ത ഇല്ലാത്ത നാക്കും വെച്ച് ആണുങ്ങളോട് മുട്ടാൻ വന്നാലുണ്ടല്ലോ പൊന്നു മോളെ, പിന്നെ 10 മാസം കഴിഞ്ഞ് നീ ഒന്ന് ഫ്രീ ആവും, കേട്ടോടി വെള്ളപ്പാറ്റേ. ദേവുവിന്റെ ഇരുകൈകളും പിന്നിലേക്ക് തിരിച്ച് അവന്റെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും പെണ്ണ് ഉമിനീരിറക്കിക്കൊണ്ട് അവനെ തുറിച്ചു നോക്കി നിന്നു. അത് കണ്ടതും അവൻ പുച്ഛം നിറഞ്ഞൊരു ചിരിയോടെ അവളുടെ പിടിവിട്ടുകൊണ്ട് മുകളിലേക്കുള്ള സ്റ്റെപ്പുകൾ കയറിപ്പോയി. എന്നിട്ടും കുറച്ചു നേരം കഴിഞ്ഞാണ് കൊച്ചിനെ അവൻ പറഞ്ഞെന്താണെന്ന് കത്തിയത്. അവൻ എന്തൊക്കെ അനാവശ്യം പറഞ്ഞ്, വൃത്തികെട്ടവൻ, ആഭാസൻ, ബ്ലഡി റാസ്കൽ. അവൻ പോയ വഴിയെ മുഷ്ടിയുരുട്ടി പറഞ്ഞുകൊണ്ട് തിരികെ നടന്നു. അവൾ കണ്ണിൽ നിന്ന് പറഞ്ഞതും മുകളിലെ സ്റ്റെപ്പിന്റെ സൈഡിൽ നിന്ന് അവൻ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴവന്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കുറുമ്പി. അവൻ പതിയെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. ദച്ചുവും അവൾ ഓഡിറ്റോറിയത്തിലെ സൈഡിലെ സീറ്റിലിരിക്കുമ്പോഴാണ് എന്തോ പിറുവിറുത്തുകൊണ്ട് ദേവു വരുന്നേണ്ടത്. അവൾ വന്ന് ദച്ചുവിനടുത്തുള്ള സീറ്റിലിരുന്നിട്ടും ഓരോന്നും പിറുവിറുത്തുകൊണ്ട് അവളുടെ ദേഷ്യം തീർക്കുന്നുണ്ടായിരുന്നു. ദേവുവിനെ നോക്കിയിരിക്കുന്ന ദച്ചുവും ആളും അവിടെ ഈ പ്രകടനം കണ്ട് പരസ്പരം നോക്കി കൈമലർത്തി. നീ ചോദിക്കേ? അയ്യോ, എനിക്ക് വയ്യ. അവളെന്തോ ദേഷ്യത്തിലാ. ദേഷ്യം വന്ന പെണ്ണ് പിന്നെ കണ്ടുമുട്ടുന്ന ചീത്തയായിരിക്കും വിളിക്കുന്നത്. മാളു പറഞ്ഞു. ദച്ചു തിരിച്ചു പറഞ്ഞു. അതിനെ അവൾ നോക്കിക്കൊണ്ട് മാളു ദേവൂട്ടിയുടെ അടുത്തേക്ക് കുറച്ച് നീങ്ങിയിരുന്നുകൊണ്ട് അവളെ പതിയെ വിളിച്ചു. ദേവുട്ടി. ആദ്യത്തെ വിളി അവളൊന്ന് കേട്ട പോലില്ലെന്ന് മനസ്സിലായതും അവൾ വീണ്ടും വിളിച്ചു.
അതിലും മറുപടി ഒന്ന് കാണാതായതും മാളു അവളെ കുലുക്കി വിളിച്ചു. ദേവുട്ടി, ഹോ എന്താടി പിശാചേ? മാളുവിന്റെ വിളിയിൽ ഞെട്ടി നോക്കിക്കൊണ്ട് അവൾ മാളുവിന് നേരെ ചീറി. അത് പിന്നെ നീ കുറെ നേരമായിട്ട് എന്തൊക്കെ പിറുവിറിക്കുന്നു, ആരെ കൊല്ലുന്നോ തിന്നൊന്നൊക്കെ പറയുന്നു കേട്ടു. അവളൊരു പരിങ്ങളോടെ പറഞ്ഞു. ആ പട്ടി തെണ്ടി ചെറ്റ നാറി, അവൻ എന്തൊക്കെ വൃത്തിയാണ് എന്നോട് പറഞ്ഞെന്നറിയോ? അവനെന്റെ കൈ കിട്ടിയണ്ടല്ലോ. യവൻ ദേവ് ചെയറിൽ കൈയടിച്ചോണ്ട് പറഞ്ഞു. ദച്ചുവും മാളും ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞതെന്ന് അവൾ ഓർത്ത്. അവൾ അവരെ നോക്കിയൊന്ന് വിളിച്ചു കാണിച്ച്. ഇടിക്കാതെ കാര്യം പറയടി. മാളു വയലൻ്റായതും ദേവ് തത്ത പറയുന്ന പോലെ എല്ലാം പറഞ്ഞു. അത് കേട്ടതും രണ്ടും കൂടി വയറും പൊത്തി ചിരിക്കാൻ തുടങ്ങി. നിർത്തിരടി കോപ്പുകള്, മനുഷ്യനിവിടെ നാണം കിട്ടി നാറി നിൽക്കുമ്പോഴാണ് അവിടെ കമ്മൂമ്മയുടെ ഒരു കിണി. എന്നാലും എൻ്റെ ദൈവമ്മേ, നിനക്കിട്ട് പണിതരാൻ ആളുണ്ടായല്ലോ. ഹോ, എനിക്ക് സന്തോഷമായി. ദേവ് രണ്ടിനെയും കിണി കണ്ട് ചീത്ത വിളിച്ചതും ദച്ച് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവൾ മുഖം വീർപ്പിച്ചിരുന്നു. മാളു, പോട്ടേടാ, സാരമില്ല. നിന്നോട് വൃത്തിയോട് പറഞ്ഞാൽ അവനെ നമുക്ക് നല്ലൊരു പണി കൊടുക്കാം. അത് തന്നെ, ഇനി അതിൻ്റെ പേരിൽ നീ ഡെസ്പാവണ്ട. അവളുടെ മുഖം കണ്ട് ദച്ചുവും മാളും പറഞ്ഞു. അത് കേട്ടതും ദേവുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ആ പുഞ്ചിരിയിൽ മറ്റു രണ്ടുപേരും പങ്കുചേർന്നു. മേ കമിൻ? യെസ്. ആദ്യം നീയോ? നീ എന്താടാ ഒരു മുന്നറിയിപ്പില്ലാതെ? നോക്ക് ചെയ്ത് മനുവിന്റെ ക്യാബിനിലേക്ക് കയറിയപ്പോഴാണ് ആദിദേവിനോട് മനു ചോദിച്ചത്. ഒരു പ്രൊജക്ടിന്റെ ആവശ്യത്തിന് ബാംഗ്ലൂർ വരെ ഒന്ന് വരണമായിരുന്നു, കൂടുതൽ നിങ്ങളെ ഒന്ന് കാണാമെന്ന് വെച്ചു. MD-യുടെ ചെയറിന് ഓപ്പോസിറ്റ് ചേർന്നിരുന്നുകൊണ്ട് അവൻ മറുപടി അറിഞ്ഞു. വന്നിട്ട് നിങ്ങളെ കണ്ടോ? ഇല്ലടാ, നിന്നെ കണ്ടിട്ട് അവരെ കാണാം. നീ നാട്ടിൽ വിളിച്ചോ? കുഞ്ഞെന്ത് പറയുന്നു? യോ, അതിന്റെ കാര്യമൊന്നും പറയല്ലേ. മാളും ആരും ചെല്ലുമ്പോൾ നമ്മളും ചെന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും മിണ്ടില്ലെന്നാ പറഞ്ഞേക്കുന്നത്. ഇന്നലെ വിളിച്ചപ്പോൾ എന്നോടും പറഞ്ഞു വലിയേട്ടനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെന്നാ പറഞ്ഞിരിക്കുന്നത്. നേരിട്ട് പറയാൻ പെണ്ണിന് പേടിയല്ലേ? അതിപ്പോൾ എനിക്കുണ്ട്. അവളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. മൂക്കത്തിലെ ദേഷ്യം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനടി. തനി ചെകുത്ത, അതിനെ സഹിക്കാൻ ഏത് പെണ്ണുവരും എന്തോ. അതൊക്കെ കാണൂടാ. ആ ദേഷ്യം സഹിക്കാൻ പറ്റുന്നവൾ എന്നെ പറവെടുത്തിട്ടുണ്ടാവും. അവൾ തന്നെ ആ ചെകുത്താനെ തളക്കുകയും ചെയ്തോളൂ. ആദ്യം പറഞ്ഞതും മനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. നീ വാ, അത് നിങ്ങളെ കണ്ടിട്ട് വരാം. ഞാൻ അവരെ ക്യാൻറ്റീനിലേക്ക് വിളിക്കാം. ആരുവിനെ ഞാൻ വിളിച്ചായിരുന്നു, അവൻ ക്യാൻറ്റീനിലുണ്ട്. നീ മാളുവിനെ വിളി. മനു പറഞ്ഞതും ആദ്യം അവനോട് പറഞ്ഞു. ശരി. അതും പറഞ്ഞുകൊണ്ട് മനു ഫോണെടുത്ത് കോൺടാക്ട് ലിസ്റ്റിൽ നിന്നും മാളുവിൻ്റെ നമ്പറെടുത്ത് ചെവിയോട് ചേർത്തു. ദച്ചുവിനോടും ദേവിനോടും എന്തോ തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവളുടെ ഫോൺ റിങ്ങിന്ന് കേട്ടത്. എന്തോ നാടിയത്. അവളുടെ ഫോൺ റിങ് കേട്ടതും ദേവ് അവളോടായി ചോദിച്ചു. അത് പിന്നെ ഏട്ടന്മാർക്കെല്ലാം ഞാൻ ഈ റിംഗ് ട്യൂണാണ് ഇട്ടേക്കുന്നത്. ഒരു ഇളിയോടെ അതും പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ എടുത്തു. ഹലോ ഏട്ടാ. ആണോ, ഇവിടെ വന്നോ? ആ പൊട്ടൻ എന്നിട്ട് എന്നെ വിളിച്ചില്ലേട്ടാ. ഓക്കെ, ഐ വിൽ ബി ദർ ഇൻ 5 minutes. അതും പറഞ്ഞുകൊണ്ട് അവൾ ഫോൺ വെച്ച് ദച്ചുവിനോടും ദേവിനോടായി പറഞ്ഞു. ആളു, ഡാ എൻ്റെ ഏട്ടൻ വന്നിട്ടുണ്ട്, വന്നേ, നമ്മളെ കാത്തോടെ ക്യാൻറ്റീനിൽ ഇരിക്കുക. ആ പൊട്ടൻ എന്നെ വിളിക്കാതെ പോയി, പെട്ടെന്ന് വാ. ദച്ചു, മാളു, ഞങ്ങൾ വരണോടാ. ഏട്ടൻ നിങ്ങളെ കാണാൻ വന്നല്ലേ, നീ പോയിട്ട് വാ. ദച്ചു, നീ എൻ്റെ ഒന്നും വായിക്കരുത്. ഏട്ടൻ ഞങ്ങളെ കാണാൻ മാത്രമല്ല നിങ്ങളെ കൂടി കാണാനേ വന്നേ. ഞാൻ പറഞ്ഞു നിങ്ങൾ രണ്ടിനെയും നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല, ഇവിടെ ഏതോ ഒരുത്തന്നെ എന്തോ പറഞ്ഞു എന്നല്ലേ പറഞ്ഞ്. ഏട്ടന്മാരോട് പറഞ്ഞാൽ അവർ ശരിയാക്കും. എൻ്റെ വലിയേട്ടൻ വേണമായിരുന്നു. എനിക്ക് അവൻ്റെ എല്ലാ ക്രിമികടിയിൽ നിന്ന് തീർത്തു കൊടുത്തേനെ. നിങ്ങൾ വാ, ഇവരും മോശമൊന്നല്ല, വാ. അതും പറഞ്ഞുകൊണ്ട് അവൾ അവരുടെ കൈയും പിടിച്ചുകൊണ്ട് ക്യാൻറ്റീനിലേക്ക് ഓടി. അവർ ക്യാൻറ്റീനിലെത്തിയപ്പോഴേക്കും മനു ആദ്യം ആരും കൂടി ഒരു ഒഴിഞ്ഞ കോർണറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ടതും മനു കൈയുയർത്തി അവരെ വിളിച്ചു. അവനെ കണ്ടതും ദേവുവിൻ്റെയും ദച്ചുവിൻ്റെയും കൈവിട്ടുകൊണ്ട് മാള് അവരുടെ അടുത്തേക്ക് നടന്നു. ആദ്യേട്ടാ, സുഖാണോ? ആദ്യം കണ്ടതും മാള് കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരോട് ചോദിച്ചു. അതേടി പെണ്ണ്, നിനക്ക് സുഖാണോ? അവർക്കെന്താ സുഖക്കുറവ്? ഇവർ കാരണം ചക്രശ്വാസം വലിക്കുന്ന മൊത്തം ഞാനല്ലേ. ഫ്ലാറ്റിൽ വന്നാൽ ഏത് നേരവും രണ്ടും കൂടെ അടിയാ, മനുഷ്യനെ പ്രാന്തുടിപ്പിക്കും. ആദ്യം ചോദിക്കുന്ന കേട്ടതും മനു പറഞ്ഞു. അത് ഓൾറെഡി ഉണ്ടല്ലോ. മനു പറയുന്ന കേട്ട് ആരും പതിയെ മാളുവിൻ്റെ ചെവിലായി പിറുവിരുത്തു. രണ്ടുപേരെന്തെങ്കിലും ഒഴിഞ്ഞോ? അവൻ്റെ ചോദ്യത്തിന് അവർ ചുമലുകൾക്ക് ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവളുടെ പിന്നിലായി നിൽക്കുന്ന ദച്ചുവിനെയും ദേവിനെയും അവൻ കണ്ടത്. നിങ്ങളെന്താ അവിടെ നിൽക്കുന്നത്? വാ, വന്നിവിടെ ഇരിക്കുക. അവരെ നോക്കി മനു പറഞ്ഞതും ഒരു പുഞ്ചിരിയോടെ അവരവരുടെ അടുത്തേക്ക് നടന്നു. മനുവിൻ്റെ ഓപ്പോസിറ്റായി ഇരുന്നുകൊണ്ട് ആദ്യം അവരെ കണ്ടില്ലായിരുന്നു. ആരാണെന്നറിയാൻ തിരിഞ്ഞു നോക്കി ആദിയുടെ കണ്ണുകൾ വിടർന്നു. അവൻ നോക്കിയ അതേ നിമിഷം തന്നെയാണ് ദേവു അങ്ങോട്ട് നോക്കിയത്. ഒരു നിമിഷം താൻ ദുസ്വപ്നം വല്ലതും കാണുന്നതാണെന്ന് പോലും അവൾ സംശയിച്ചു. ദൈവമേ, ഇങ്ങേരല്ല അങ്ങേര്, ഇയാളായിരുന്നു മാളുവിൻ്റെ ഏട്ടൻ. അവൾ ആത്മകഥം പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവനൊരു കുസൃതി ചിരിയോടെ അവൾ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. അവൾ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റി. ദച്ചൂസേ, ദേവൂസേ, ഇതാണ് എൻ്റെ കുഞ്ഞേട്ടൻ ആദിദേവ് വർമ്മ, ചെന്നൈയിൽ വർക്ക് ചെയ്യുക. കുഞ്ഞേട്ട, ഇത് ശിവദക്ഷിണ എന്ന ഞങ്ങളുടെ ദച്ചൂസ്, ഇത് ദേവപ്രിയ എന്ന ഞങ്ങളുടെ ദേവൂസ്. അവൾ സന്തോഷത്തോടെ പറയുന്ന കേട്ടതും ആദ്യ ദച്ചുവിനെ നേർക്ക് ഷേക്കാനായി കൈ നീട്ടി. ഹായ് ദച്ചു.
ഹായ് കുഞ്ഞേട്ടാ. അവൻ്റെ നീട്ടിയ കയ്യിലേക്ക് കൈയെടുത്ത് വെച്ചിട്ട് അവൾ പറഞ്ഞു. ഹായ് ദേവു. ദച്ചുവിൻ്റെ കയ്യിൽ നിന്ന് കൈയെടുത്ത് ദേവുവിൻ്റെ നേരെ നീട്ടിയതും അവളൊരു പരിങ്ങലോട് ആ കയ്യിലേക്ക് കൈ ചേർത്ത്. ഹായ്. വലിയ താല്പര്യമില്ലാത്ത രീതിയിൽ അവൾ മറ്റെങ്ങോട്ടോ നോക്കി വിഷ് ചെയ്തു. അവൻ അവളുടെ കയ്യിലൊന്ന് അമർത്തി പിടിച്ചു. അങ്ങനെ ഒരു നീക്കം അവൾ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ ഒരു ഞെട്ടലോടെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൾ നോക്കുന്ന കണ്ടതും ഒരു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ഒന്നുകൂടി കയ്യിൽ അമർത്തിക്കൊണ്ട് അവളുടെ കൈ മോചിപ്പിച്ചു. അവൾ ഞെട്ടലോടെ ചുറ്റിനും നോക്കിയതും ആരും അവരെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അവനൊന്ന് കൂർപ്പിച്ച് നോക്കി. അതിന് മറുപടിയായി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ കൊണ്ടുവച്ച കോഫി എടുത്ത് കുടിക്കാൻ തുടങ്ങി. ആ, നിങ്ങൾക്കെന്താ കഴിക്കാൻ വേണ്ടേ? എനിക്ക് ചായയും പഴംപൊരി. ഇവർക്കത് മതി അല്ലേടി? മനുവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി മാള് ചോദിച്ചവർ പറഞ്ഞു. മനു അവർക്ക് വേണ്ട വാങ്ങിക്കൊണ്ട് വന്നു. എല്ലാവരും കഴിക്കാൻ തുടങ്ങി. പിന്നെ ഏട്ടാ, ഇന്നൊരു സംഭവം ഉണ്ടായി. ദേവൂസിനെ ഇന്ന് ഏതോ ഒരുത്തൻ ഇൻസൾട്ട് ചെയ്തു. മാളു അത് പറഞ്ഞു കഴിഞ്ഞതും ആദ്യം കുടിച്ചുകൊണ്ടിരുന്ന ചായ വിൽക്കുന്ന റികൾ കയറി. ആരോ പതിയെ അവൻ്റെ തലയിൽ തട്ടിക്കൊടുത്ത് നോർമലായതും അവൻ ദേവുവിനെ ചെറഞ്ഞു നോക്കി. അവളാണെങ്കിൽ എങ്ങോട്ട് ഓടണമെന്നറിയാതെ വിളറിയ മുഖത്തോടെ തലകുനിച്ചിരുന്നു. ദേവു ആദിയുടെ മുന്നിലിരുന്ന് വിയർക്കാൻ തുടങ്ങി. അവളുടെ വെപ്രാളവും പരവേശമൊക്കെ കണ്ട് ചുണ്ടിലൂറിയ ചിരിയുമായി ആദ്യം അവളെ നോക്കിയിരുന്നു. അല്ല, നീ പറഞ്ഞില്ലല്ലോ മാളു, ആരെ ദേവുവിനെ ഇൻസൾട്ട് ചെയ്ത്? എന്താ പറഞ്ഞേ? അതൊന്നുമില്ലടാ, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് തിരികെ വന്നപ്പോൾ ഒരാളുമായിട്ട് കൂട്ടിയിടിച്ച്. ആരോ ചോദിച്ചിട്ട് മറുപടിയായി മാളു എന്തോ പറയാൻ തുടങ്ങിയത് ദേവു പെട്ടെന്ന് കയറി പറഞ്ഞു. അത്രേ ഉള്ളൂ? ആടാ, അത്രേ ഉള്ളൂ. അവൻ വീണ്ടും എടുത്തു ചോദിച്ചതും അവൾ അത് തന്നെ പറഞ്ഞുകൊണ്ട് മാളുവിനെ നോക്കിയതും അവൾ സംശയത്തോടെ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. ദച്ചുവിനെ നോക്കിയപ്പോൾ അവിടെ ഇത് തന്നെ അവസ്ഥ. അവൾ രണ്ടുപേരെയും നോക്കി കണ്ണടച്ച് കാണിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയതും ഒരു കുസൃതി ചിരിയോടെ തന്നെ നോക്കി കോഫി സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആദ്യമാണ് കാണുന്നത്. അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. എന്നാൽ നമുക്ക് പോവാം, ഫംഗ്ഷൻ തുടങ്ങാൻ സമയമായി. ശരി മനുവേട്ടാ, കുഞ്ഞേട്ടാ, എന്നാൽ ഞങ്ങൾ പോയിക്കോട്ടെ? ദച്ചു ചോദിച്ചതും മാളവരോട് ചോദിച്ചു. ശരി, നിങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കോ. അതും പറഞ്ഞുകൊണ്ട് മനു എഴുന്നേറ്റതും അതിൻ്റെ കൂടെ എല്ലാവരും എഴുന്നേറ്റു. അവരോട് യാത്ര പറഞ്ഞ് 4 പേര് ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു. പോകുന്നതിനിടയിൽ ദേവ് തിരിഞ്ഞു നോക്കിയതും ഒരു പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ആദ്യമാണ് കാണുന്നത്. അവൾ അവനൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. അവർ കണ്ണിൽ നിന്ന് പറഞ്ഞതും ആദ്യ ദീർഘനിശ്വാസത്തോടെ തിരിഞ്ഞു നോക്കി. മുന്നിൽ തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന മനുവിനെ കണ്ട് അവനൊന്ന് പതറി. അവൻ മനുവിന് മുഖം കൊടുക്കാതെ ചെയറിലേക്കിരുന്ന് അവൻ ഒളികണ്ണിട്ട് നോക്കിയതും മാറിൽ കൈകൾ പിണച്ചു കെട്ടി അതുപോലെ തന്നെ നിൽക്കുകയായിരുന്നു അവൻ. നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? കുറച്ചു നേരമായിട്ട് അവന് മാറ്റമൊന്നും കാണാത്തതുകൊണ്ട് ആദി ചോദിച്ചു. ആ കൊച്ചിനെ കൂട്ടിയിടിച്ച ആ ഒരാൾ നീയല്ലേ? മുഖവരൊന്നും കൂടാതെ മനു ചോദിച്ചതും ആദ്യം അന്തം വിട്ടിരുന്നു. നീ എന്താ അങ്ങനെ ചോദിച്ചത്? അവനൊരു പതർച്ചയോട് ചോദിച്ചു. പൊന്നു മോനെ, നിന്നെ ഞാൻ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയത്. സത്യം പറയണം, അവിടെ എന്താ നടന്നത്? മനു വയലൻ്റ് ആയതും ആദ്യം വള്ളി പുള്ളി വിടാതെ സകലതും പറഞ്ഞു. എല്ലാം കേട്ടതും മനു അന്തം വിട്ട് അവനെ നോക്കി. എന്താ മോൻ്റെ ഉദ്ദേശം? തികച്ചും ദുരുദ്ദേശം മാത്രം. കുറച്ച് സമയം കഴിച്ച് മനു ചോദിച്ചതും അവൻ മറുപടി പറഞ്ഞു. ഡാ, അവൾ മാളുവിൻ്റെ ഫ്രണ്ടല്ലേ? അതിനെന്താ, ഫ്രണ്ട് തന്നെ നാത്തനാവുന്നത് നല്ലതല്ലേ? ഡാ, എന്നാലും ഇല്ല. അവൾ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സ്പാർക്ക് അടിച്ചതാ. ഇപ്പം മാളുവിൻ്റെ ഫ്രണ്ട് കൂടെ ആണെന്ന് അറിഞ്ഞപ്പോൾ അതൊന്നുകൂടെ കൂടി. അവളെ എത്രയും പെട്ടെന്ന് ദേവപ്രിയ ആദിദേവ് വർമ്മ ആക്കിയിട്ടേ ഞാൻ അടങ്ങുള്ളൂ മോനെ. നീ സീരിയസ് ആണെങ്കിൽ എന്ത് സപ്പോർട്ടും ഞാനുണ്ടാവും. ആദ്യം ഒരു കണ്ണിറുക്കി കാണിച്ചതും മനു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അങ്ങനെ എന്നെ മാത്രം സെറ്റാക്കണ്ട, കൂടെയുള്ള മറ്റേ കൊച്ചു നിനക്ക് നന്നായിട്ട് ചേരും. എന്താ നോക്കുന്നോ? ഒന്ന് പോടാ, അതൊരു പാവം കൊച്ചാ. അതിനെന്താ, നിനക്കല്ലെങ്കിലും പാവം കൊച്ചിനെയല്ലേ ഇഷ്ടം? അവളെന്നെ എന്തായാലും കുഞ്ഞേട്ടാന്ന് വിളിച്ച് ആംഗ്ലമായിട്ട് പ്രഖ്യാപിച്ചു. ഞാൻ അവളെ പെങ്ങളായിട്ട് ഏറ്റെടുത്തു. അല്ലെങ്കിൽ എൻ്റെ ദൈവൂട്ടി വളക്കാൻ 2 പെങ്ങന്മാരെ കൂടെ നിൽക്കുന്നത് നല്ലതാ. അവനൊരു ചിരിയോടെ പറഞ്ഞതും മനു അവൻ്റെ ചിരിയിൽ പങ്കുചേർന്നു. അപ്പോഴവൻ്റെ മനസ്സിൽ പുഞ്ചിരിയോടെ ഇരുന്ന ദച്ചുവിൻ്റെ മുഖം മിഴിപോടെ നിന്നു. തുടരും.